1973 ജൂലൈ 20 എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ ബ്രൂസ്ലി എന്ന മഹാനടൻ അഭിനയിച്ച ചലച്ചിത്രം ലോക സിനിമയിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സാധാരണ ദിവസമായിരുന്നു. ഈ എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ ചലച്ചിത്രം അന്ന് റിലീസ് ചെയ്തപ്പോൾ അത് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് $400 മില്യൺ ആയിരുന്നു. അതായത് ഇന്നത്തെ $200 കോടി അന്ന് അത് കളക്ട് ചെയ്തത്. ഇതിന്റെ സക്സസ് എത്രയാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ അവതാർ വേ ഓഫ് വാട്ടർ എത്രയാണോ കളക്ട് ചെയ്തത്, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എൻ്റർ ദ ഡ്രാഗൺ ഏകദേശം അത്രത്തോളം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ എൻ്റർ ദ ഡ്രാഗന്റെ പ്രീമിയർ കാണാൻ പോലും ഇതിൽ അഭിനയിച്ച ബ്രൂസ്ലി ജീവിച്ചിരിപ്പില്ലായിരുന്നു എന്നുള്ളതാണ് ദാരുണ യാഥാർത്ഥ്യം. എന്താണ് 1973 ജൂലൈ 20 സംഭവിച്ചത് എന്ന് നോക്കുന്നതിന്റെ കൂടെ തന്നെ 50 വർഷത്തിന് ശേഷവും ബ്രൂസ്ലിയുടെ മരണത്തിൽ നിന്നും നമുക്ക് എന്ത് പഠിക്കാം എന്നുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും പഠനങ്ങളും തെളിവുകളും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഒരാളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ മറ്റുള്ള കാര്യങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അഡിക്ഷൻസ് ഇല്ലാതിരിക്കുക എന്നുള്ള കാര്യം. അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ പോലെ തന്നെ വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു അഡിക്ഷൻ ആണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പലപ്പോഴും മെത്തംഫെറ്റമിൻ അല്ലെങ്കിൽ കൊക്കെയിൻ പോലെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗിനോടുള്ള ആൾക്കാരുടെ അഡിക്ഷൻ ആയിരിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡേഞ്ചറസ് ഡ്രഗ്സിനോട് തന്നെ ആവണമെന്നില്ല. പലപ്പോഴും പെയിൻ കില്ലേഴ്സിനോടോ അല്ലെങ്കിൽ ഈവൻ പാരസ്റ്റമോളിനോടോ പോലും സാധാരണപ്പെട്ട ആൾക്കാർ വരെ അഡിക്റ്റ് ആയി പോകാറുള്ളത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അഡിക്ഷൻ പോലെ തന്നെ വളരെ സീരിയസ് ആയി പരിഗണിക്കേണ്ട മറ്റൊരു കാര്യമാണ് മിസ് അഡ്വഞ്ചർ എന്ന് വിളിക്കാറുള്ളത്. ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരാൾ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ മിസ് അഡ്വഞ്ചർ എന്ന് വിളിക്കാറുള്ളത്. ബ്രൂസ്ലിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 1940 മസാച്യുസെറ്റ്സിൽ വെച്ചാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം മരിക്കുമ്പോൾ, അതായത് 1973 അദ്ദേഹത്തിന് വെറും 33 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രൂസ്ലിയുടെ ഫിറ്റ്നസിനെ കുറിച്ച് ഞാൻ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ വളരെ ഫിറ്റ് ആയ ഒരു മനുഷ്യന് പോലും മിസ് അഡ്വഞ്ചർ കാരണം മരണം പെട്ടെന്ന് എങ്ങനെ സംഭവിക്കാം എന്നുള്ളതിന് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ബ്രൂസ്ലിയുടെ ഡെത്ത് എന്ന് പറയുന്നത്. 1973 ജൂലൈ 20 എന്നും പോലെ തന്നെ ബ്രൂസ്ലി രാവിലെ 8:30 എണീച്ച ശേഷം 9:15 വരെ വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് റെക്കോർഡ്സ് പറയുന്നത്. ഇതിനുശേഷം ഏകദേശം 10:30 മണിയായപ്പോൾ അദ്ദേഹം പുറപ്പെട്ട് ഗോൾഡൻ ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് എത്തുവാണ്. ഈ പ്രൊഡക്ഷൻ കമ്പനിയാണ് അദ്ദേഹം ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമയും അതേപോലെ നെക്സ്റ്റ് ഫിലിമായ ഗെയിം ഓഫ് ഡെത്ത് എന്ന് പറയുന്ന സിനിമയും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഗോൾഡൻ ഹാർവെസ്റ്റിൽ എത്തിയ ബ്രൂസ്ലി അദ്ദേഹത്തിന്റെ ഫ്രണ്ടും അതേപോലെ പ്രൊഡ്യൂസറും കൂടിയായ റെയ്മണ്ട് ചോവുമായി ഏകദേശം 2:30 മണിയോളം വർക്ക് ചെയ്തു എന്നുള്ളതാണ് റെക്കോർഡ്സ് പറയുന്നത്. ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുന്നെയോ അദ്ദേഹം കുറച്ച് കഞ്ചാവും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കഷൻ കഴിഞ്ഞ് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ബെറ്റി ടിങ് പേ എന്ന് പറഞ്ഞ 26 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മിസ്ട്രസിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ എത്തിയ ശേഷം ഇവർ രണ്ടുപേരും ബന്ധപ്പെടുകയും അതേപോലെ കുറച്ചുകൂടെ കഞ്ചാവ് കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റെക്കോർഡ്സ് പറയുന്നത്. അന്ന് വൈകുന്നേരം തന്നെ ബെറ്റി ടിങ് പേയിനെയും അതേപോലെ ബ്രൂസ്ലിനെയും ഞാൻ നേരത്തെ പറഞ്ഞ റെയ്മണ്ട് ചാവോ ഒരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ആ അപ്പാർട്ട്മെന്റിലോട്ട് റെയ്മണ്ട് ചാവോ വരികയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം പിക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ തനിക്ക് കുറച്ച് തലവേദന എടുക്കുവാണ് എന്നും താനൊന്ന് ഉറങ്ങി എണീറ്റിട്ട് വരാം, നിങ്ങൾ പൊക്കോളൂ എന്നുമാണ് റെയ്മണ്ട് ചാവോയോട് ബ്രൂസ്ലി പറയുന്നത്. അദ്ദേഹത്തിന്റെ തലവേദന മാറാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മിസ്ട്രസ് അദ്ദേഹത്തിന് ഈക്വജെസിക് എന്ന് പറഞ്ഞ ഒരു പെയിൻ കില്ലർ കൊടുക്കുന്നുണ്ട്. ഈ പെയിൻ കില്ലറിൽ ആസ്പിറിനും അതേപോലെ മെപ്രോബമേറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രാങ്കുലൈസറും ഉണ്ടായിരുന്നു. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പെയിൻ കില്ലർ ബെറ്റി ടിങ് പേ ബ്രൂസ്ലിന് കൊടുക്കുന്നത് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് ആയിരുന്നില്ല അത് ചെയ്തത്, പകരം സ്വന്തമായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് കഴിച്ച ശേഷം ഉറങ്ങാൻ പോയ ബ്രൂസ്ലി ഏകദേശം 1.5 മണിക്കൂറോളം ആയിട്ട് പോലും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബെറ്റി ടിങ് പേ അദ്ദേഹത്തിന് ഉണർത്താൻ പോയി. എന്നാൽ അത് അദ്ദേഹത്തിന്റെ അന്തിമ ഉറക്കമായിരുന്നു എന്നുള്ളതാണ് ബെറ്റി ടിങ് പേയിന് അപ്പോൾ മനസ്സിലായത്. ശേഷം അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി എന്നുണ്ടെങ്കിലും വരുമ്പോൾ തന്നെ മരണപ്പെട്ടാണ് വന്നത് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവിടെ ഡിക്ലെയർ ചെയ്തത്. ശേഷം നടത്തപ്പെട്ട ഓട്ടോപ്സിയിൽ തെളിഞ്ഞത് അദ്ദേഹത്തിന്റെ ബ്രെയിൻ സ്വെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ സെറിബ്രൽ ഇഡീമ എന്നാണ് വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സെറിബ്രൽ ഇഡീമ എന്നുള്ളതാണ്. ഈ സെറിബ്രൽ ഇഡീമ ഉണ്ടാവാൻ പല കാരണങ്ങൾ എക്സ്പേർട്സ് പറയാറുണ്ട്. ആൻഡ് അതിലൊക്കെ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ കാരണമായി പറയുന്നത്, ബ്രൂസ്ലി ഈ ഈക്വജെസിക് എന്ന് പറഞ്ഞ പിൽ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഉണ്ടായ ഒരു അലർജിക് റിയാക്ഷൻ കാരണമാണ് എന്നുള്ളതാണ്.
ഈ സംഭവം നടക്കുന്നതിന് ഏകദേശം 2 മാസം മുന്നേ, എക്സാക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ 1973 മെയ് 10 ബ്രൂസ് ലീ എൻ്റർ ദ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഇക്വിജിസിക് കഴിച്ചതിന് ശേഷം കുഴഞ്ഞു വീണതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സംഭവം നടന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലോട്ട് റഷ് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഈ ഇക്വിജിസിക് എടുത്തു കഴിഞ്ഞാൽ സെറിബ്രൽ എഡിമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഡയഗ്നോസ് ചെയ്തത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏത് സിമ്പിൾ ഡ്രഗ് ആയിട്ട് വേണോ നമുക്ക് അഡിക്ഷൻ വരാവുന്നതാണ്. ഇങ്ങനത്തെ ഡ്രഗ്സ് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ നമ്മുടെ ബോഡിയിലോട്ട് കയറ്റി കഴിഞ്ഞാൽ അതിന് പലപ്പോഴും സിവിയർ സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവാറുള്ളത്. കൂടെ തന്നെ ബ്രൂസ് ലീയുടെ ഓട്ടോപ്സിയിൽ മരണകാരണം എന്ന് പറയുന്നത് സെറിബ്രൽ എഡിമ ആണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മരണത്തിലോട്ട് എത്തിച്ച ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡെത്ത് ബൈ മിസ്അഡ്വഞ്ചർ ആണ് എന്നുള്ളതാണ്. അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡ്രഗ് എടുത്തതാണ് അദ്ദേഹത്തിന് മരണകാരണമായിട്ടുള്ളത് എന്നും കൂടിയാണ് ആ ഓട്ടോപ്സിയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സംഭവത്തിൽ നിന്നും നമുക്ക് ക്ലിയർലി പഠിക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യാതൊരു ഡ്രഗും എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ബ്രൂസ് ലീയുടെ മരണത്തിന് കാരണമായ സെറിബ്രൽ എഡിമ സംഭവിക്കാൻ ഡ്രഗിന്റെ സൈഡ് എഫക്ട്സ് പോയി കഴിഞ്ഞാൽ മറ്റു പല കാരണങ്ങളും പല എക്സ്പേർട്സും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ കാരണമായി പല എക്സ്പേർട്സും ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം കഴിച്ച കാനബിസ് ആണ് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അൺവാണ്ടഡ് സബ്സ്റ്റൻസസും നമ്മുടെ ബോഡിയിൽ ഇടാണ്ടിരിക്കുക എന്നുള്ളതാണ് ബ്രൂസ് ലീയുടെ ഡെത്തിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു കാര്യം. സെറിബ്രൽ എഡിമ ഉണ്ടാവാൻ ഈ 2 കാരണങ്ങളും കൂടാതെ മറ്റൊരു മേജർ കാരണമായി പറയുന്നത് ഹീറ്റ് സ്ട്രോക്കും അതേപോലെ സിവിയർ ഡീഹൈഡ്രേഷനുമാണ്. നമ്മുടെ നാട്ടിൽ വേനൽക്കാലം ഉള്ളപ്പോൾ ഈ ഡീഹൈഡ്രേഷനോ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കോ സംഭവിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻസ് ഉപയോഗിക്കേണ്ടതും അതേപോലെ തന്നെ സൺസ്ട്രോക്ക് വരാണ്ട് ശ്രദ്ധിക്കേണ്ടതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫിറ്റ് ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് പലപ്പോഴും മാറി മറിയാവുന്നേ ഉള്ളൂ. അങ്ങനെ ആർക്കും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ബ്രൂസ് ലീക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടും നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ പരാം, നിങ്ങളുടെ ആവറേജ് മല്ലു ഫിറ്റ് ഗായ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.